ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ ബാക്കി പാഠമായിട്ട് വരുന്ന തേർഡ് ചാപ്റ്ററാണ് സമാന്തര ശ്രേണിയും ബീജഗണിതവും, അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര. ആ ചാപ്റ്ററും കൂടി എടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ആദ്യം ഇൻട്രോയിൽ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്. ഒരു സീക്വൻസിലത്തെ ടേംസ് ആണ് 2, 4, 6, 8 എക്സെട്ര. ആ ടേംസിൻ്റെ പൊസിഷൻ, സെക്കൻഡ് ടേമിൻ്റെ പൊസിഷൻ ഫസ്റ്റ്, ഫോർത്ത് ടേമിൻ്റെ പൊസിഷൻ സെക്കൻഡ്, സിക്സ്ത് ടേമിൻ്റെ പൊസിഷൻ തേർഡ്, അങ്ങനെ എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഓരോ ടേമും ഈ പൊസിഷൻ അനുസരിച്ചിട്ട് എങ്ങനെ വന്നെന്ന് നോക്കി നോക്കാം. സെക്കൻഡ് ടേം എങ്ങനെയാണ് വന്ന് 2, അതായത് ഈ 2 എന്ന് പറഞ്ഞ ടേം വന്ന് 2 × 1, അതാണ് സെക്കൻഡ് ടേം. 4 എന്ന് പറഞ്ഞ ടേം എന്തോ 2 × 2. 6 എന്ന് പറഞ്ഞ ടേം എന്ത് 2 × 3. 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ടേമും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ ടേമിലും 2 എന്ന് പറഞ്ഞ ടേം എന്താണ്, കോമൺ ആണ്. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, എക്സെട്ര പോയി. അങ്ങനെ ഒരു nth ടേം, ഫസ്റ്റ് ടേമിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് x1, സെക്കൻഡ് ടേമിനെ x2, തേർഡ് ടേമിനെ x3, ഇനിയൊരു ടേം ഉണ്ടെങ്കിൽ എത്ര പറയുക, x4. അങ്ങനെ nth ടേം ഉണ്ടെങ്കിൽ അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് xn. ഈ നോക്കി നോക്കൂ, ഈ എല്ലാ സീക്വൻസിലും എത്രയാണ് കൂടിക്കൂടി വരുന്നത്, 2 ആണ്. അപ്പോൾ nth ടേമിലും 2 എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് nth ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n. ഇതിൽ നോക്കി നോക്ക്, 2ൻ്റെ പൊസിഷൻ എന്തായിരുന്നു 1, 4ൻ്റെ പൊസിഷൻ 2, 6ൻ്റെ പൊസിഷൻ 3. അപ്പോൾ nth ടേമിൻ്റെ പൊസിഷൻ n. അപ്പോൾ ഈ ഈവൺ നമ്പറിൻ്റെ സീക്വൻസിൽ ഈ xn എന്ന് പറഞ്ഞ ടേം n-ആം പദം nth ടേം 2n ആയിരിക്കും. ഒന്നുകൂടി പറയാം, ഈവൺ നമ്പേഴ്സിൻ്റെ സീക്വൻസിൽ n-ആം പദം 2n ആയിട്ടാണ് വരിക. ഇനി അതേപോലെ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് 1, 3, 5, 7, 9, 11 എക്സെട്ര. അതിൻ്റെ പൊസിഷൻ 1, 2, 3, 4 എക്സെട്ര. ഇനി ആദ്യത്തെ ടേം നോക്കി നോക്കൂ, 1ൻ്റെ പൊസിഷൻ നമുക്ക് 1 × 2. ഈ 1 എങ്ങനെ കിട്ടുക, 1 × 2, ആ 2ന്ന് 1 കുറച്ചാൽ 1 കിട്ടും. ഈ ടേം കിട്ടി. ഇനി 2 × 2 4, 4ന്ന് 1 എന്ന് പറഞ്ഞ ടേം കുറച്ച് കഴിഞ്ഞാൽ 3 കിട്ടും. ഇനി അടുത്ത് 5, 2 × 3, അതിന്ന് 1 കുറച്ച് 5 കിട്ടും. ഇനി നോക്കി നോക്ക്, ഓരോ ഫസ്റ്റ് ടേമിന് x1, x2, x3 എക്സെട്ര കൊടുക്കാം. ഈ ഫസ്റ്റ് ടേമിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേറെ ലെറ്ററാണ് f, സ്മോൾ ലെറ്റർ f. ഇനി ഈ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസിൽ എഴുതി പോകുമ്പോൾ xn എന്ന് പറഞ്ഞ ടേം ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, ഈ എല്ലാത്തിലും 2 എന്ന സംഖ്യ എന്താണ്, കോമൺ ആണ് അല്ലേ. അപ്പോൾ 2 നമുക്ക് n-ആം പദമാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു n. ഇതിൻ്റെ പൊസിഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റു n മൈനസ്, എല്ലാത്തിലും -1 കോമൺ ആണ്. അപ്പോൾ -1 കൊടുത്തു. ഓഡ് നമ്പേഴ്സിൻ്റെ n-ആം പദം അല്ലെങ്കിൽ nth ടേം xn, nth ടേം എന്ന് പറഞ്ഞാൽ nth ടേം 2n - 1, ബ്രാക്കറ്റ് ഇല്ലാണ്ട് ഒരുമിച്ച് എഴുതി 2n - 1. അപ്പോൾ ഇതൊന്ന് മനസ്സിലായത്, ഓഡ് നമ്പേഴ്സിൻ്റെ nth ടേം 2n - 1ഉം ഈവൺ നമ്പേഴ്സിൻ്റെ nth ടേം 2n ആയിരിക്കും. ഇനി സീക്വൻസുകളുടെ nth ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് f + n - 1 × d. പഠിച്ചു വയ്ക്കുക, f + n - 1 × d. അല്ലെങ്കിൽ ഇതേ ഇക്വേഷൻ വേറെ ഇതിൽ പറയാം, dn + f - d. dn + f - d. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ പാഠത്തിൽ വരുന്ന വേറൊരു ഭാഗമാണ് ഓൾജിബ്രായിക് ഫോം, അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ xn, അതായത് n-ആം പദത്തിൻ്റെ എഴുതാൻ പറഞ്ഞാൽ = an + b. എയും ബിയും സംഖ്യകളായിരിക്കും. അതായത് ഓർത്ത് വെച്ചാൽ മതി, ഈസി ആയിട്ട്
ഓൾജിബ്രായിക് ഫോം വരുന്ന സമയത്ത് അതിലെപ്പോഴും എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരിക്കും. ബാക്കി എയും ബിയും എപ്പോഴും എന്തായിട്ടാണ് വരിക? സംഖ്യയായിട്ട് വരാനേ പാടുള്ളൂ. ഒന്ന് ഓർത്ത് വെച്ചിട്ട് നമുക്ക് കണക്കുകളിലേക്ക് പോകാം. ഇനി ഒന്നാമത്തെ ചോദ്യം 1/4 ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ടാണ്. 1/4, 3/4, 1/4, 3/4 എക്സെട്ര. ഈ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുക? ഓൾജിബ്രായിക് ഫോമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. nth ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് nth ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ nth ടേം കണ്ടുപിടിക്കാം. nth ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സീക്വൻസിലെ ഫസ്റ്റ് ടേം എഴുതി എഫ് = 1/4. അടുത്തത് കോമൺ ഡിഫറൻസ് കാണുക. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 3/4 - 1/4. 3 - 1 2. അടിയിൽ 4 കോമൺ ആയ കാരണം ഒരു പ്രാവശ്യം എഴുതി. 2 and 4 കട്ട് ചെയ്ത് കളയുമ്പോൾ 2/4 ആണ്. 1 × 2 2, 2 × 2 4. 2 2 ക്യാൻസലായി, ബാക്കി 1/2. ഇനി നമുക്ക് nth ടേം കാണാം. ഇക്വേഷൻ പഠിച്ചു വെക്കണം. nth ടേം = f + n - 1 × d. f എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം 1/4 + n - 1 അതുപോലെ തന്നെ എഴുതി ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് കിട്ടി 1/2. ഇനി 1/4 അതുപോലെ എഴുതി പ്ലസ്. ഇനി ഈ ബ്രാക്കറ്റിലത്തെ എന്നിനെയും 1നെയും ഈ പുറത്ത് കിടക്കുന്ന കോമൺ ഡിഫറൻസ് ആയിട്ട് ഗുണിക്കണം. n × 1/2 1/2 n. ഇനി ഈ -1 × 1/2 -1 × 1/2 -1 × 1 1/2. അതാണ് -1/2. ഇനി ഈ 1/4 എടുത്ത് എഴുതി. ഇവിടെ നോക്കൂ, ഇവിടെ 1/4ഉം ഇവിടെ ഒരു -1/2 ഉണ്ട്. അതിന് രണ്ടും ഒരുമിച്ച് എഴുതി. 1/4 - 1/2. ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ ഈ 2നെ എന്താക്കണം? 4 ആക്കണം. അപ്പോൾ 2നെ 4 ആക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നോക്കൂ, 1 × 2 2, 2 × 2 4. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. പ്ലസ് 1/2 n അതുപോലെ എഴുതി. ഇനി 1 - 2. 1 - 2 പറഞ്ഞാൽ ചെറുതെന്ന് വലുതാണ് കുറയ്ക്കുന്നത്. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇടുക. -1/4 ഉണ്ട്, 4 എഴുതി. ഇനി പ്ലസ് 1/2 n അതുപോലെ എഴുതി. നോക്കി, nth ടേബിൾ എന്ത് വന്നു? n വന്നു. ഇതന്നെയാണ് ഇതിൻ്റെ എന്ത് പറഞ്ഞാലും ഓൾജിബ്രായിക് ഫോം. ഇനി നമുക്കൊന്ന് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലസ് ഉള്ള 1/2 n എഴുതി, -1/4 എഴുതി. ഇനി അതേപോലത്തെ മറ്റൊരു എക്സാമ്പിൾ ആണ് 12, 23, 34 എക്സെട്ര. nth ടേം കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്ത് എഴുതുക? ഫസ്റ്റ് ടേം എഴുതി എഫ് 12 ഡി. കോമൺ ഡിഫറൻസ് ആണ് 23 - 12 11 കിട്ടി. അത് ഇക്വേഷൻ എഴുതി. nth ടേം = f + n - 1 × d. ഫസ്റ്റ് ടേം 12 + n - 1 എഴുതി ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് 11 = 12 എഴുതി. n × 11 11n -1 × 11 -11 -1 × 11 -11. ഇനി 12ഉം -11 തമ്മിൽ കുറയ്ക്കുക. 12 - 11 1 പ്ലസ് 11 11. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ nth ടേം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം. ഇനി പേജ് നമ്പർ 63 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ പറഞ്ഞിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. ആദ്യം ഫസ്റ്റ് ടേം എഴുതി f = 1. കോമൺ ഡിഫറൻസ് കാണുക. d = 5 5 6 - 1 5. ബ്രാക്കറ്റിൽ കൊടുക്കാം 6 - 1. ഇനി xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആലോചിച്ച് നോക്കുക. xn = f + n - 1 × d. f 1 പ്ലസ് n - 1 × 5 = 1 പ്ലസ് 5 × n
5 ഇൻറ്റു n 5n മൈനസ് 1 ഇൻറ്റു 5 ചിഹ്നങ്ങൾ ഒപ്പം എടുക്കാൻ മറക്കരുത്. -1 ഇൻറ്റു 5 മൈനസ് 5. ഇനി 1 മൈനസ് 5 മൈനസ് 4 പ്ലസ് 5n ഈക്വൽ ടു, ആദ്യം ഒന്ന് ഓർഡർ ആക്കിയിട്ട് ആദ്യം 5n എഴുതുന്നുണ്ട്. 5n മൈനസ് 4. ഇതാണ് ഒന്നാമത്തെ ഓൾജിബ്രായിക് ഫോം. സെക്കൻഡ് ചോദ്യത്തിലേക്ക് അടക്കാം. ഫസ്റ്റ് ടേം f ഈക്വൽ ടു 2, കോമൺ ഡിഫറൻസ് കാണുക. d ഈക്വൽ ടു 7 മൈനസ് 2 5. ഇക്വേഷൻ എഴുതി. xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. f 2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 5. 2 പ്ലസ് n ഇൻറ്റു 5 5n മൈനസ് 1 ഇൻറ്റു 5 മൈനസ് 5 ഈക്വൽ ടു 2 മൈനസ് 5. 2 മൈനസ് 5 2 എന്നാണ് ആദ്യം കുറയ്ക്കുന്നത്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 2 5 2 കുറയ്ക്കുക 3, വലുതിന് ചിഹ്നം മൈനസ്, പ്ലസ് 5n. ഒന്ന് ഓർഡർ ആക്കി എഴുതുമ്പോൾ ആദ്യം 5n മൈനസ് 3. രണ്ടാമത്തെ ഓൾജിബ്രായിക് ഫോം 5n മൈനസ് 3. ഇനി മൂന്നാമത്തേലേക്ക് അടക്കാം. ഫസ്റ്റ് ടേം 21, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 32 മൈനസ് 21, കോമൺ ഡിഫറൻസ് 11 കിട്ടും. ഇക്വേഷൻ xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഫസ്റ്റ് ടേം 21 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 11 ഈക്വൽ ടു 21 പ്ലസ് n ഇൻറ്റു 11 11n മൈനസ് 1 ഇൻറ്റു 11 മൈനസ് 11 ഈക്വൽ ടു 21 മൈനസ് 11 10 പ്ലസ് 11n. ഓർഡർ ആക്കുമ്പോൾ 11n പ്ലസ് 10. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, രണ്ടുത്തരം ശരിയാണ്. നാലാമത്തെ ചോദ്യം 19 28 37 എക്സെട്ര. ഫസ്റ്റ് ടേം f ഈക്വൽ ടു 19, d കാണണം. കോമൺ ഡിഫറൻസ് 28 മൈനസ് 19 9. ഇനി ഇക്വേഷൻ എഴുതുക. xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഫസ്റ്റ് ടേം 19 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 9. 19 പ്ലസ് n ഇൻറ്റു 9 9n മൈനസ് 1 ഇൻറ്റു 9 മൈനസ് 9. 19 9 പോയാൽ ബാക്കി 10 പ്ലസ് 9n. ഒന്ന് ഓർഡർ ആക്കുമ്പോൾ 9n പ്ലസ് 10. നാലാമത്തെ 9n പ്ലസ് 10. അഞ്ചാമത്തെ ചോദ്യം 1 1.5 2 2.5 എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ടേം എഴുതി f ഈക്വൽ ടു 1, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 1.5 മൈനസ് 1 1/2. ഇക്വേഷൻ എഴുതി. xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഫസ്റ്റ് ടേം 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 1/2 ഈക്വൽ ടു 1 പ്ലസ് n ഇൻറ്റു 1/2 1/2n മൈനസ് 1 ഇൻറ്റു 1/2 മൈനസ് 1/2. ഇനി 1 മൈനസ് 1/2 1 പോയാൽ ബാക്കി 1/2 പ്ലസ് 1/2n. ഒന്ന് ആദ്യം n ടേം എഴുതുമ്പോൾ 1/2n പ്ലസ് 1/2. ഇതിൽ നമുക്ക് രണ്ട് ടേമിലും 1/2 ഉണ്ട്. അപ്പോൾ 1/2 കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടുന്ന് 1/2 പുറത്തേക്ക് പോയ ബാക്കിയോട് 1/2 ഉണ്ടാവുക n ഉണ്ടാവും. ഈ 1/2 ഫുള്ള് ഞാൻ പുറത്തേക്ക് കോമൺ ആക്കി എടുത്തു. അപ്പോൾ ബാക്കിയോടെ ഉണ്ടാവുക 1. അപ്പോൾ 1/2 ഇൻറ്റു n പ്ലസ് 1. ഇതായിരിക്കും ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം.
ഇനി ആറാമത്തെ ചോദ്യം 1/6, 1/3, 1/2 എക്സെട്ര. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടേം എഴുതി 1/6. ഇനി കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 1/3 മൈനസ് 1/6. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല, അപ്പോൾ സെയിം ആക്കാൻ 3നെ 6 ആക്കണം. 3നെ 6 ആക്കാൻ ഇൻറ്റു 2 ചെയ്താൽ മതി. ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ചെയ്യുക. ഈക്വൽ ടു 1 × 2 2 ബൈ 3 × 2 6 മൈനസ് 1/6. 2 - 1 1/6. കോമൺ ഡിഫറൻസ് 1/6. ഇനി ഇക്വേഷൻ എഴുതാം. xn ഈക്വൽ ടു എഫ് പ്ലസ് n - 1 × d. ഫസ്റ്റ് ടേം 1/6 പ്ലസ് n - 1 × 1/6 ഈക്വൽ ടു 1/6 പ്ലസ് n × 1/6 1/6n മൈനസ് 1 × 1/6 മൈനസ് 1 × 1/6 മൈനസ് 1/6. ഇനി ഇവിടെ ഒരു 1/6 മൈനസ് 1/6 1/6 മൈനസ് 1/6 എത്രയാണ്? 0. അപ്പോൾ 0 പ്ലസ് 1/6n ഈക്വൽ ടു 1/6n. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രായിക് അല്ലെങ്കിൽ ബീജഗണിത രൂപം. രണ്ടാമത്തെ ചോദ്യം, ചില സമാന്തര ശ്രേണികളിലെ 2 സ്ഥാനങ്ങളിലെ പദങ്ങൾ ചുവടെ പറഞ്ഞിട്ടുണ്ട്. ബീജഗണിത രൂപം എഴുതുക. ദ ടേംസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസ് ഇൻ 2 പൊസിഷൻ ആർ ഗിവൺ. ഫൈൻഡ് ദ ഓൾജിബ്രായിക് ഫോം. അപ്പോൾ 2 ടേംസ് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം അതിന് നമ്മൾ എങ്ങനെ എഴുതുക? എഫ് ഈക്വൽ ടു 5. ഇനി നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേം അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര കൂട്ടിക്കഴിഞ്ഞാൽ 10th ടേം കിട്ടും? 9d അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 9d ഈക്വൽ ടു 10th ടേമിനെ x10 എന്ന് കൊടുക്കാം. ഇനി ഫസ്റ്റ് ടേം 5 പ്ലസ് 9d ഈക്വൽ ടു 23 പ്ലസ് 5 ഈക്വൽ ടു പോകുമ്പോൾ 23 മൈനസ് 5. 9d ഈക്വൽ ടു 23 5 പോയാൽ 18 d സമം ഇൻറ്റു 9 അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി 18/9. 2 × 9 ആണ് 18. അപ്പോൾ d ഈക്വൽ ടു 2. അപ്പോൾ എഫ് ഫസ്റ്റ് ടേം നമുക്കറിയാം, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 2 കിട്ടി. ഇക്വേഷൻ xn ഈക്വൽ ടു എഫ് പ്ലസ് n - 1 × d. അപ്പോൾ എഫ് 5 പ്ലസ് n - 1 × 2 5 പ്ലസ് n × 2 2n മൈനസ് -1 × 2 -2. ഇനി 5ന് 2 പോയാൽ 3 പ്ലസ് 2n ഈക്വൽ ടു 2n പ്ലസ് 3. ഫസ്റ്റ് ടേമിൻ്റെ കിട്ടി 2n പ്ലസ് 3. ഇനി സെക്കൻഡ് ചോദ്യം, ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു 5. ഇനി 7th ടേം നമുക്കറിയാം. അപ്പോൾ അതിലേക്ക് എങ്ങനെ എഴുതുക? ഫസ്റ്റ് ടേം കൂടെ 6d കൂട്ടിയാൽ മതി. അപ്പോൾ എഫ് പ്ലസ് 6d ഈക്വൽ ടു x7. 7th ടേം ഫസ്റ്റ് ടേം 5 പ്ലസ് 6d ഈക്വൽ ടു x7 23 6d പ്ലസ് 5 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 23 മൈനസ് 5 6d ഈക്വൽ ടു 23 മൈനസ് 5 18. d ഈക്വൽ ടു 18/6. 18 3 × 6 ആണ് 18. അപ്പോൾ d ഈക്വൽ ടു 3. ഇനി xn കാണണം. അപ്പോൾ xn ഈക്വൽ ടു എഫ് പ്ലസ് n - 1 × d ഈക്വൽ ടു എഫ് അറിയാം എത്രയാണ്? 5 പ്ലസ് n - 1 × 3 ഈക്വൽ ടു 5 പ്ലസ് n ×
3 3n minus 1 into 3 minus 3. 5 minus 3 2 2 plus 3n equal to 3n plus 2. സെക്കൻഡ് 3n plus 2. മൂന്നാമത്തെ ചോദ്യം, അഞ്ചാം പദം അറിയാം, അതേപോലെ തന്നെ 10ാം പദമാണ് അറിയണത്. അപ്പോൾ അഞ്ചാം പദം അറിയാം, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? x5 ഈക്വൽ ടു 10. 10ാം പദം x10 ഈക്വൽ ടു 5. അഞ്ചാം പദത്തിൽ കൂടെ എത്ര കൂട്ടിക്കഴിഞ്ഞാലാണ് 10ാം പദം കിട്ടുക? 5d കൂട്ടിയാൽ മതി. അപ്പോൾ x5 പ്ലസ് 5d ഈക്വൽ ടു x10. x5 അറിയാം, 10 പ്ലസ് 5d സമം 10ാം പദം 5 പ്ലസ് 10 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 5d ഈക്വൽ ടു 5 പ്ലസ് 10 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 10. 5d ഈക്വൽ ടു 5 മൈനസ് 10. 5 മൈനസ് 10 മൈനസ് 5. d ഈക്വൽ ടു ഇൻറ്റു 5 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ മൈനസ് 5/5. 5/5 1. ഒരു മൈനസ് ഉണ്ട്, മൈനസ് 1. d ഈക്വൽ ടു മൈനസ് 1. ഇതിൽ നമുക്ക് എന്തറിയില്ല? ഫസ്റ്റ് ടേം അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് അഞ്ചാം പദം അറിയാം. അഞ്ചാം പദത്തിൽ നിന്ന് എത്ര കുറച്ചാൽ, കോമൺ ഡിഫറൻസ് എത്ര കുറച്ച് നമ്മൾ ഫസ്റ്റ് ടേമിലേക്ക് എത്തും? കുറച്ചാൽ 4 പ്രാവശ്യം 4d കുറച്ചാൽ മതി അല്ലേ? അഞ്ചാം പദം 10, കോമൺ ഡിഫറൻസ് -1 നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷനിൽ കൊടുക്കുക. x5 10, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, 4 ഇൻറ്റു d -1 ഈക്വൽ ടു 10 മൈനസ് മൈനസ് പ്ലസ് 1 ഇൻറ്റു 4 4. 10 പ്ലസ് 4 14. 14 f കിട്ടി. ഇനി നമുക്ക് xn കാണാം. xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. f അറിയാം, 14 പ്ലസ് n മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു 14 പ്ലസ് n ഇൻറ്റു മൈനസ് 1 മൈനസ് n മൈനസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് മൈനസ് പ്ലസ് പ്ലസ് 1 പ്ലസ് 1 ഈക്വൽ ടു 14 പ്ലസ് 1 14 പ്ലസ് 1 15 പ്ലസ് മൈനസ് മൈനസ് n. അപ്പോൾ ഓൾജിബ്രായിക് ഫോം 15 മൈനസ് n. ഇനി നാലാമത്തെ ചോദ്യം, 8ാം പദം 2, 12ാം പദം 8. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഒന്നും അറിയില്ല. 8ാം പദം അറിയാം, x8. ആ x8 കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാണ് 12th ടേമിലേക്ക് എത്തുക? 8 9 10 11 12. 4d കൂട്ടിക്കഴിഞ്ഞാൽ x 12ാമത്തെ ടൈമിലേക്ക് എത്തും. 4ാം പദം നമുക്ക് 8ാം പദം അറിയാം, 2 പ്ലസ് 4d സമം 8. 4d സമം പ്ലസ് 2 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 8 മൈനസ് 2. 4d ഈക്വൽ ടു 6. d ഈക്വൽ ടു 4 6/4. d ഈക്വൽ ടു 6/4. ഇനി 6നും 4നും ഡിവൈഡ് ചെയ്യാൻ രണ്ടും 2ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോവും. അപ്പോൾ ഡിവൈഡഡ് 2 ചെയ്ത് നോക്കാം. 6/2 3, 4/2 2. d ഈക്വൽ ടു 3/2 കിട്ടും. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ 8ാം പദം അറിയാം. അതൊന്ന് കോമൺ ഡിഫറൻസ് 7d കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയിലേക്ക് എത്താം? ഫസ്റ്റ് ടേമിലേക്ക് എത്താം. നമുക്ക് 8ാം പദം ക്വസ്റ്റ്യനിലുണ്ട് 2 മൈനസ് 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടെത്തി 3/2 ഈക്വൽ ടു 2 മൈനസ് 7 ഇൻറ്റു 3 21/2. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2ൻ്റെ അടിയിൽ 1 ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഇൻറ്റു 2 4 മൈനസ് 1 ഇൻറ്റു 21 21/1 ഇൻറ്റു 2 1 ഇൻറ്റു 2 2. ഇനി ചെറുതെന്ന് വലുതാണ് കുറയ്ക്കുന്നത്. 21 4 കുറയ്ക്കുക 17.
മൈനസ് ചിഹ്നം ഇടുക, -17/2. ഫസ്റ്റ് ടേം കിട്ടി -17/2. നമ്മൾ ഇക്വേഷൻ എഴുതി xn = f + n-1 × d. ഫസ്റ്റ് ടേം കിട്ടി -17/2 + n-1 × 3/2 ഈക്വൽ ടു -17/2 പ്ലസ് n × 3/2 3/2n -1 × 3/2 -3/2. ഇനി -17/2 -3/2 അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈക്വൽ ടു -17/2 ഒന്ന് ഓർഡർ ആക്കി എഴുതാം, -3/2 പ്ലസ് 3/2n. ഇനി -17 -3, അപ്പോൾ 17 + 3 ചെയ്യുക 20, എന്നിട്ട് മൈനസ് ചിഹ്നം ഇടുക. -20/2 പ്ലസ് 3/2n -20 20/2 10, അപ്പോൾ ഒരു മൈനസ് ചിഹ്നം ഉണ്ട്, -10 പ്ലസ് 3/2n ഈക്വൽ ടു ഓർഡർ ആക്കി എഴുതാം 3/2n -10. ഇതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഓൾജിബ്രായിക് ഫോം. ഇനി മൂന്നാമത്തെ ചോദ്യം, ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 1/6 സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ടെന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻ ഓൾ നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് ടേം എഫ് തന്നിട്ടുണ്ട് 1/3, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 1/6. ഇനി ഇക്വേഷൻ എഴുതുക, xn = f + n-1 × d. ഫസ്റ്റ് ടേം 1/3 പ്ലസ് n-1 × 1/6, 1/3 പ്ലസ് n × 1/6 1/6n -1 × 1/6 -1/6. ഇനി ഇതൊന്ന് ഒരുമിച്ച് വരുന്നുണ്ട്, 1/3 -1/6 പ്ലസ് 1/6n. ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ ഒരുപോലെ ആക്കണം. 3നെ 6 ആക്കാൻ 3 × 2 ചെയ്താൽ മതി. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ചെയ്യുക. 1 × 2 2/2 × 3 × 2 6 മൈനസ് 1/6 പ്ലസ് 1/6n. 2 - 1 1/6 പ്ലസ് 1/6n. ഇനി ഇവിടെയും 1/6 ഉണ്ട്, കോമൺ ആക്കി 1/6 പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി 1 ഉണ്ടാവും, പ്ലസ് ഇവിടെ ഒരു n ഉണ്ടായിരിക്കും. ഇനി 1 × 1 + n എന്ന് പറഞ്ഞാൽ 1 × 1 + n 1 + n, അപ്പോൾ 1 + n/6. അതാണ് ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം വരിക. നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഓൾജിബ്രായിക് ഫോമിൽ ഇങ്ങനെ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ എല്ലാതും എണ്ണൽ സംഖ്യ ആയിരിക്കും എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണൽ സംഖ്യ പറഞ്ഞാൽ 1 2 3 etc വരണം. അപ്പോൾ നോക്കി നോക്കാം, ഈ n + 1/6 നോക്കി നോക്കൂ, ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഇതിൽ നമുക്ക് ഈ ടേമിൽ എന്തൊക്കെ വരണം, നമുക്ക് 1 2 3 etc വരണം. 1 2 3 etc വരണമെങ്കിൽ ഈ n-ന് എത്ര കൊടുത്താലാണ് ഇവിടെ 6 ആയിട്ട് മാറുക? എത്ര കൊടുത്താൽ മതി? 5 കൊടുത്താൽ മതി. നോക്കി നോക്കൂ, n = 5 കൊടുത്ത് എങ്ങനെ എഴുതുക? 5 + 1/6 5 + 1 6/6 എത്ര കിട്ടി? 1 കിട്ടി. ഇനി അടുത്തത് 2 വരണം. 2 വരണമെങ്കിൽ എത്ര കൊടുത്താൽ മതി? ഇവിടെ 6 ആണ്, മേലെ എത്ര വരണം? രണ്ടും ഡിവൈഡ് ചെയ്ത് പോവും വേണം. അപ്പോൾ n-ന് ഒരു 11 കൊടുക്കാം. 11 കൊടുത്താൽ
11 + 1/6. 11 + 1 12. 12/6 2 കിട്ടി. ഇനി നമുക്ക് n + 1/6 1 കിട്ടി, 2 കിട്ടി. ഇനി 3 കിട്ടണം. അപ്പോൾ n + 1 എത്ര വരണം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കൊടുത്താൽ മതി? 18 കൊടുത്തു നോക്കാം അല്ലേ? അപ്പോൾ n = 18 വരും. അപ്പോൾ എന്നിന് 17 കൊടുത്താൽ 17 + 1/6. 17 + 1 18/6 എത്ര? 3 കിട്ടി. അപ്പോൾ ഈ മേലെ കൊടുത്ത n + 1 നോക്കി നോക്കൂ. ഇവിടെ എത്ര? 6, 12, 18. അപ്പോൾ ഇതൊക്കെ എന്താണ് വന്നത്? 6ൻ്റെ മൾട്ടിപ്പിൾസ്, 6ൻ്റെ ഗുണിതങ്ങളാണ് വന്നത്. അപ്പോൾ നമുക്ക് കിട്ടി we get xn = 1, 2, 3 etc. Therefore all natural number contain this sequence. സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട്. നാലാമത്തെ ചോദ്യം. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3 സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്ന് തെളിയിക്കുക. Prove that the arithmetic sequence with the first term 1/3 and common difference 2/3 contain all odd numbers but no even numbers. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, f 1/3, കോമൺ ഡിഫറൻസ് d = 2/3. ഇക്വേഷന് കൊടുക്കുക f + n - 1 × d. f 1/3 + n - 1 × 2/3. 1/3 + n × n - 1 × 2/3. n × 2/3 2/3 n minus 1 × 2/3 minus 2/3. 1/3 plus n × 2/3 2/3 n minus 2/3. ഇനി 1/3 minus 2/3 plus 2/3 n. 1 minus 2 = minus 1/3 plus 2/3 n. ഒന്ന് ഓർഡർ ആക്കി എഴുതുമ്പോൾ 2/3 n minus 1/3 എന്ന് വരും. ഇതിൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിമാ, അപ്പോൾ ന്യൂമറേറ്റർ ഒരുമിച്ച് എഴുതാം. 2n - 1/3 ആണ് എന്ത്? ഓൾജിബ്രായിക് ഫോമായിട്ട് വരിക. നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിൽ ഒറ്റ സംഖ്യകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇരട്ട സംഖ്യകൾ ഉണ്ടായിരിക്കില്ല എന്ന്. അപ്പോൾ ഞാൻ 2n - 1/3 ഇവിടെ ഫുള്ള് ഒറ്റ സംഖ്യകൾ വരണമെങ്കിൽ ഇവിടെ മേലെ 2n - 1 എന്ന് പറയുന്നത് ഈ 3യും കൂടി ക്യാൻസലായി പോകണം. അപ്പോൾ എന്തായിട്ട് വരണം? 3യുടെ മൾട്ടിപ്പിൾസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വരാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇതൊന്നും എഴുതാം. ഈ 2n എന്ന് പറഞ്ഞത് 2n എപ്പോഴും എന്തായിരിക്കും? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതിന്ന് ഒന്ന് കുറച്ചതാണ് 2n - 1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എപ്പോഴും 2n - 1 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ ആയിരിക്കും എപ്പോഴും വരുന്നുണ്ടാവുക. ഒന്നും പറയാം, ഈ 2n എന്ന് പറഞ്ഞത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. അതിന്ന് ഒന്ന് കുറച്ചതാണ് ഏതെന്ന് പറഞ്ഞാൽ 2n - 1 എന്ന് പറഞ്ഞാൽ. ഈ 2n - 1ൻ്റെ വാല്യൂ എപ്പോഴും ഒറ്റ സംഖ്യകളായിരിക്കും വരിക, ഒരിക്കലും എന്ത് വരില്ല? ഇരട്ട സംഖ്യകൾ വരില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കൺക്ലൂഡ് ചെയ്യാം. 2n - 1 always
ഓഡ് നമ്പേഴ്സ് 2n - 1 1ൻ്റെ വില എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളായിരിക്കും. ഇരട്ട സംഖ്യകൾ ഉൾപ്പെടില്ല. It never contain even numbers. അഞ്ചാമത്തെ ചോദ്യം 4, 7, 10 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെയും വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെയുണ്ട് എന്ന് തെളിയിക്കുക. Prove that the squares of all the terms of the arithmetic sequence 4, 7, 10 etc. belong to the sequence. അപ്പോൾ ആദ്യം സീക്വൻസ് എഴുതി 4, 7, 10 എക്സെട്ര. ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാം. F4 D കോമൺ ഡിഫറൻസ് 7 - 4 7 4 പോയാൽ 3. അപ്പോൾ ഇക്വേഷൻ എഴുതി xn = F + n - 1 × D. F എത്രയാണ്? 4 + n - 1 × 3 4 + n × 3 3n -1 × 3 -3 4 - 3 1 + 3n. ഒന്ന് ഓർഡറാക്കി എഴുതി 3n + 1. അതാണ് എക്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? 3 × n. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? എ മൾട്ടിപ്പിൾ ഓഫ് 3 അത് കൂടെ എത്ര കൂട്ടിയതാണ്? +1 കൂട്ടിയതാണ്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ മൾട്ടിപ്പിൾ ഓഫ് 3 + 1 ആ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ ഈ പദങ്ങളുടെ വർഗങ്ങൾ സ്ക്വയറുകളും ആ സീക്വൻസിൽ ഉണ്ടായിരിക്കും. അതായത് ഈ എക്സ് എന്താണ്? എക്സ് 3n + 1 അതിൻ്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്താലും എ മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന ഫോർമാറ്റിൽ വരികയാണെങ്കിൽ അതിൻ്റെ സ്ക്വയേഴ്സും ഈ സീക്വൻസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കാം. ഇത് ഏത് ഫോർമാറ്റിലാണ്? a + b ഹോൾ സ്ക്വയർ. എന്താ എക്സ്പാൻഷൻ? a² + 2ab + b² ഫോർമാറ്റിൽ. അതായത് എയുടെ സ്ഥാനത്തൊക്കെ 3n ബിയുടെ സ്ഥാനത്തൊക്കെ 1. നമുക്കിവിടെ കൊടുത്തു നോക്കാം. a² 3n² + 2ab 2 × a എന്താണ്? 3n × b 1 + b² 1². 3യുടെ സ്ക്വയർ 9 n-ൻ്റെ സ്ക്വയർ n² + 2 × 3 6 6 × n 6n + 1² 1. ഇനി നമുക്ക് ഇതിന്ന് എന്തെങ്കിലും കോമൺ ആക്കിയിട്ട് എടുക്കാൻ പറ്റും നോക്കണം. ഈ 3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 3 ആണ് 9 × n² + 2 × 3 6 n + 1 അതുപോലെ എഴുതി. ഇനി ഇതിന്നൊരു 3 കോമൺ ആയി പുറത്തേക്ക് എടുത്തു. ഈ 3നെയും കോമൺ ആയി പുറത്തേക്ക് എടുത്തു. അപ്പോൾ 3 × 3n² ബാക്കി ഇവിടെ ആരുണ്ടാവുക? 3n² + 2n ഇവിടെ ബാക്കി ഉണ്ടാവും +1. ഇവിടെ നോക്കി നോക്ക്. ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടിയത്? 3 ഉണ്ട്. 3ൻ്റെ ഒരു വേറൊരു മൾട്ടിപ്പിൾ 3 കൂടെ ഏതോ നമ്പർ ഗുണിച്ചു അത് കൂടെ 1 കൂട്ടി. നേരത്തെ നമുക്ക് എന്താ കിട്ടിയത്? 3 കൂടെ ഏതോ നമ്പർ n ഗുണിച്ചു അത് കൂടെ 1 കൂട്ടി. അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇത്. അതായത് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഒരു 3ൻ്റെ ഗുണിതം അത് കൂടെ 1 കൂട്ടി. ഇത് രണ്ടും ഒരേ ഫോർമാറ്റിലാണ് കിട്ടിയത്. അതുകൊണ്ട് ഇതിൻ്റെ വർഗങ്ങളും ഈ സീക്വൻസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. The squares of all the term
belong to the sequence. പദങ്ങളുടെ വർഗങ്ങൾ ഈ ശ്രേണിയിൽ ഉണ്ടാകും. ഇത് നമുക്ക് എഴുതാം 3ന്റെ ഗുണിതം പ്ലസ് 1. ഇവിടെ അതേപോലെ തന്നെയാണ് 3ന്റെ ഗുണിതം അത് കൂടെ 1 കൂട്ടിയത്. 6ാമത്തെ ചോദ്യം 5, 8, 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 എക്സെട്ര കണ്ടെയ്ൻ നോ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ആദ്യം ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. സീക്വൻസ് 5, 8, 11 എക്സെട്ര. ഫസ്റ്റ് ടേം നമുക്കറിയാം എഫ് ഈക്വൽ ടു 5, കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു 8 - 5 3. ഇക്വേഷൻ എഴുതാം എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി. എഫ് 5 പ്ലസ് n - 1 ഇൻറ്റു 3. 5 പ്ലസ് n ഇൻറ്റു 3 3n -1 ഇൻറ്റു 3 -3. 5ന്ന് 3 പോയാൽ 2 പ്ലസ് 3n. ഓർഡറിലാക്കി എഴുതുമ്പോൾ 3n പ്ലസ് 2. നമ്മോട് തെളിയിക്കാൻ പറഞ്ഞത് ഇതിൻ്റെ സ്ക്വയേഴ്സ് ഈ കിട്ടി എക്സ് എന്നിൻ്റെ സ്ക്വയറുകളൊന്നും ഈ സീക്വൻസിൽ ഇല്ല എന്ന് തെളിയിക്കണം. ഈ സീക്വൻസ് എങ്ങനെയാണ് കിടക്കണത്? എക്സ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു n. എൻ്റെ അർത്ഥം എന്താ? എ മൾട്ടിപ്പിൾ ഓഫ് 3. എ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2. അതേപോലെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ 3ന്റെ ഗുണിതം പ്ലസ് 2. ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതേ രൂപത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ആ സ്ക്വയർ അതിലുണ്ട് എന്നാണ് അർത്ഥം. ഈ രൂപത്തിലല്ല കിട്ടണത് എങ്കിൽ ആ സ്ക്വയർ ഇല്ലയെന്ന്. നമുക്ക് നോക്കി നോക്കാം. സ്ക്വയർ എടുത്ത് നോക്കാം. എക്സ് എൻ ഈക്വൽ ടു 3n പ്ലസ് 2 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുക. എക്സ് എൻ സ്ക്വയർ 3n പ്ലസ് 2 സ്ക്വയർ. ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലാണ്. അപ്പോൾ 3n പ്ലസ് 2 ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഈ 3n a 2 എന്ന് പറഞ്ഞാൽ ബി. ഇക്വേഷനിൽ കൊടുക്കാം. എക്സ് എൻ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ 3n സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 3n ഇൻറ്റു 2 2ab പ്ലസ് ബി സ്ക്വയർ 2 സ്ക്വയർ. 3n സ്ക്വയർ 3 ഇൻറ്റു 3 9 9 n ഇൻറ്റു n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 12 6 ഇൻറ്റു 2 12 n പ്ലസ് 4. ഇതിന്ന് എല്ലാത്തിനും നമുക്ക് 3 കോമൺ എടുക്കാൻ പറ്റും. 3 ഇൻറ്റു 3 9 n സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 12 n പ്ലസ് 1. ഈ 4നെ 1 പ്ലസ് 3 എഴുതി. അത് എന്തിനെ മാറ്റിയത് വെച്ചാൽ എല്ലാ ടേമിന്നും 3 കോമൺ ആക്കി എടുക്കാൻ. ഈ 3 9n സ്ക്വയറിനെ ഈ ടേമിൽ 12n 4 ഇൻറ്റു 3n 4നെ 1 പ്ലസ് 3. ഇതിന് 3 കോമൺ എടുത്താൽ ഇന്ന് 3 കോമൺ എടുത്ത് ഇതിന്ന് ഈ 3 കോമൺ എടുത്ത് ഈ 3 കോമൺ എടുത്ത് ബാക്കി ഉണ്ടാവുക ഇവിടെ 3n സ്ക്വയർ പ്ലസ് ഒരു 4n ഉണ്ടായിരിക്കും. ഈ 1 പിടിക്കുന്നുണ്ടായിരിക്കും. ഈ 3 ഹോൾഡിങ്ങിൻ്റെ അടുത്ത് ഈ 1ഉം എടുത്തു. ബാക്കിയോടെ ആരുണ്ടാവും? കോമൺ ആയിട്ട് 1 ഉണ്ടാവും. മനസ്സിലായില്ല? ഈ 3 പുറത്തേക്ക് എടുത്തു. ഈ 1 ഇതാ ഇവിടെ എടുത്തു. ഇവിടെ ഒന്നുമില്ല. എല്ലാ ടേമിനും നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞു. ബാക്കിയോടെ ആരുണ്ടാവും? 1 ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയെടുക്കണത്? 3 ഇൻറ്റു എ മൾട്ടിപ്പിൾ ഓഫ് 3 3 മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1. നമുക്ക് നേരത്തെ കിട്ടിയത് 3
3ൻ്റെ മൾട്ടിപ്പിള് +2. ഇവിടെ +2 ആണ്, ഇവിടെ +1 ആണ്. 2 തന്നെ കിട്ടുകയാണെങ്കിൽ അതിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് +1 ആണ് കിട്ടിയത്. അതുകൊണ്ട് ഇതിൽ എന്തുണ്ടായിരിക്കില്ല? ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദിസ് സീക്വൻസ് നോട്ട് കണ്ടെയ്ൻ പെർഫെക്റ്റ് സ്ക്വയർ. ഈ ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങൾ ഒന്നും ഇല്ല. നമ്മൾ 3-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ എടുത്തത്. അതിൽ പേജ് നമ്പർ 65 വരെയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കൃത്യമായിട്ട് കാണുക, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ട് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. ഇനി ഈ അധ്യായത്തിലെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.